ഉത്തർപ്രദേശിലെ ശ്യാംലി ജില്ലയിൽ 17-കാരിയെ വെടിവെച്ച് കൊന്നത് സ്വന്തം പിതാവാണ്. കേസിൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള മകനും പ്രതിയാണ്. യുപിയിൽ നിന്ന് ഈ സെപ്റ്റംബർ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ദുരഭിമാന കൊലപാതകം. ഉത്തർപ്രദേശിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ മാസത്തിൽ തന്നെ ഇത് മൂന്നാമത്തെ സംഭവമാണ്. ഏറ്റവും ഒടുവിൽ അത് ഷാംലി ജില്ലയിലാണ്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അത് പിന്നീട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ആൺ സുഹൃത്തുമായിട്ടുള്ള ബന്ധം അത് പിതാവ് കണ്ടുപിടിക്കുന്നു. +2-നാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത്. മുസ്കാൻ എന്നാണ് പേര്. 17 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ പെൺകുട്ടി ആൺ സുഹൃത്തുമായി മൊബൈൽ ഫോണിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് അച്ഛൻ കണ്ടുപിടിക്കുന്നു. ചോദ്യം ചെയ്തതിന് പിന്നാലെ താൻ ആ പയ്യനുമായി സ്നേഹത്തിലാണ് എന്നുള്ള കാര്യം ഈ മുസ്കാൻ എന്ന് പറഞ്ഞ പെൺകുട്ടി അച്ഛനോട് പറയുകയാണ്. പിന്നാലെ ദേഷ്യപ്പെട്ട അച്ഛൻ പെൺകുട്ടിയെ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൂടെ അനിയനുമുണ്ട്. 15 വയസ്സ് മാത്രമാണ് ഈ അനിയന് പ്രായമുള്ളത്. മുകളിലെത്തിയ ഉടൻ വഴക്ക് പറഞ്ഞ് തോക്കെടുത്ത് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഈ സംഭവം മുഴുവൻ ഈ അനിയനും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അനിയനും ഒരു തരത്തിൽ ഈ കൊലപാതകത്തിൽ പ്രതിയാണ്, കൂട്ടി നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 2 പേർക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ ഈ തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. തോക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 പേരെ, അച്ഛനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ BNSന്റെ കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ശക്തമായിട്ടുള്ള നടപടി ഈ തോക്കിൻ്റെ കാര്യത്തിലടക്കം എവിടെ നിന്ന് ഇവർക്ക് ഈ തോക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യലിനിടയിൽ അച്ഛൻ തന്നെയാണ് കുറ്റം സമ്മതിച്ചത്. കുടുംബത്തിൻ്റെ സൽപ്പേര് കളങ്കപ്പെടും എന്നുള്ളൊരു ഭയത്തിലാണ് സ്വന്തം മകളെ, 17 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ, മറ്റൊരു ആൺകുട്ടിയെ സ്നേഹിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം മറ്റൊരു കൊലപാതകം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനു മുൻപ് ഈ മാസം മറ്റൊരു കൊലപാതകം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെല്ലാം പുറത്തറിയുന്ന കേസുകളാണ്. ഒരുപക്ഷെ ഇതിലും കൂടുതലായിരിക്കാം കണക്കുകൾ എന്നുള്ളൊരു കാര്യം കൂടിയാണ്, ആശങ്ക കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെയും പങ്കുവെക്കുന്നത്. നടപടികൾ കൃത്യമായി ഉണ്ടാകുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ദുരഭിമാന കൊല അത് അവസാനിക്കുന്നില്ല. ഒരു തുടർക്കഥയായിക്കൊണ്ടേയിരിക്കുകയാണ്.